ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി ഒന്നിച്ച് കർത്താവിന്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആസിയയിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിന്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇതുവരെ വളരെ ദൈവകൃപ നാം അനുഭവിച്ചു. കേട്ട വചനം നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് നാം ഇന്ന് പ്രാരംഭമായിട്ട് വായിക്കുന്നത്. ലവോദിക്യ സഭയ്ക്കുള്ള സന്ദേശത്തിൽ അവരുടെ കുറവുകളെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനുള്ള പരിഹാര മാർഗം കൂടെ പറഞ്ഞുകൊണ്ടാണ് 18-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. ബുദ്ധി ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ 19-ാം വാക്യം വായിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇവിടെ കർത്താവ് അവരുടെ കുറവുകളെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനുള്ള പരിഹാര മാർഗം പറഞ്ഞിട്ട് ഈ സഭയ്ക്ക് സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. അത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ പോയ ഒരു ചിന്ത, ആദ്യത്തെ സഭ എഫെസോസ് സഭയാണ് 2-ാം അധ്യായത്തിന്റെ ആദ്യ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കുറവായിട്ട് പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണ്. അങ്ങനെ പറഞ്ഞ് ആരംഭിച്ചിട്ട് 7-ാമത്തെ സഭയോട് പറയുമ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞാണ് കർത്താവ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ സഭയെ സംബന്ധിച്ച് പല പരിമിതിയുണ്ട്. അവരില്ലാത്ത കാര്യം ഉണ്ടെന്ന് പുകഴ്ചയെ പറഞ്ഞ് ജീവിക്കുന്നവരാണ്. അതിനാണ് കപടം എന്ന് പറയുന്നത്. എന്നിട്ടും പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുക. നമുക്കറിയാം, നാം ഈ ശാസന ശിക്ഷ എന്നൊക്കെ പറയുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള ഉപദേശം സത്യമാണ്, അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ അത് മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കുറവുകൾ സംഭവിച്ചാലും കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും എന്നുള്ള കാര്യം. അത് സത്യമാണ്. അതിനുപയോഗിക്കുന്നൊരു വാക്കാണ്, അധ്യായമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം. മക്കളോടെന്ന പോലെ അവൻ നമ്മളോട് ഇടപെടുന്നുവെന്ന, ഇടപെട്ട് നമ്മെ സഹായിക്കുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ ശിക്ഷിക്കുന്നു, നമ്മെ ശാസിക്കുന്നു. അത് മക്കളായതുകൊണ്ടാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരോട് പറയുന്നത് ഞാൻ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ മക്കളെന്നൊരു ബന്ധം ദൈവത്തിനുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ള മക്കളെ മാത്രമേ അങ്ങ് ശാസിക്കത്തുള്ളെന്ന് ശലോമോൻ പറഞ്ഞു, സദൃശവാക്യത്തിലുള്ള വാക്യം. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മളെ അധികം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാ. പോകുന്ന വഴിയെ പൊക്കോട്ടെ എന്നുള്ള ചിന്ത ഒരുപക്ഷെ മനുഷ്യമായ നിലയിൽ പലർക്കും ഉണ്ടാകാം. ശുശ്രൂഷ ചെയ്യുന്നവർക്കും പരിപാലിക്കുന്നവർക്കൊക്കെ ആ ചിന്ത കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകാം. മടുത്തുപോകും ചിലപ്പം ചില വിശ്വാസങ്ങളൊക്കെ നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ കർത്താവ് ഒരിക്കലും മടുക്കത്തില്ല. കർത്താവ് പറഞ്ഞു ഞാൻ പിന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പം മക്കളെന്ന നിലയിൽ ആണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മെ അവൻ ശുദ്ധീകരിക്കുന്നു, നമ്മെ അവൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. നാം അവന്റെ ശുദ്ധി പ്രാപിക്കേണ്ടതിനാണ്. രണ്ടാമത് അവൻ നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് വിശ്വാസികൾ എന്ന നിലയിലാണ്, സഭാവിശ്വാസികൾ. അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഇവരുടെ ആത്മീയ ജീവിതത്തിലെ പരാജയമാണ്. എന്നിട്ട് അടുത്ത വാക്യം വായിക്കുന്നത് എങ്ങനെയാണല്ലോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാ. എവിടെയാ? സഭയുടെയാ, അല്ലെങ്കിൽ സഭാ കൂടിവരവിന്റെയാ. സഭയെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടമാണല്ലോ. സഭാ കൂടിവരവിന്റെ വാതിക്കൽ എനിക്ക് അകത്തേക്ക് പ്രവേശിക്കണം. അപ്പൊ അകത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് അതിന്റെ ആശയം. നമുക്ക് പിന്നെ ചിന്തിക്കാം അതിനെക്കുറിച്ച്. അപ്പൊ ഈ മീറ്റിംഗ് നടക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന 4 സഭായോഗങ്ങളുണ്ടല്ലോ. 1 ബൈബിൾ ക്ലാസ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം, 2 കൂട്ടായ്മ യോഗം, 3 അപ്പനുറുക്ക്, 4 പ്രാർത്ഥന. ഈ 4 സഭായോഗങ്ങളെങ്കിലും സഭയ്ക്കുണ്ടായിരിക്കണം. കൃത്യമായിട്ട് ക്രമമായിട്ട് എല്ലാ ഓർഡറിൽ നടന്നിരിക്കണം. ഈ യോഗങ്ങളൊക്കെ മുടങ്ങാതെ നടക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ അവിടെ. കാര്യം അകത്ത് കാര്യം നടക്കുമല്ലേ. കർത്താവ് പുറത്താണെങ്കിലും അകത്ത് കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിങ്ങളെ ശാസിക്കും, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. എവിടെയാ വിഷയം എന്നറിയാമോ? ലളിതമായി ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അകത്ത് വചന പഠനമുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്. അറിയാവുന്ന വാക്യം, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, വായിക്കുന്നില്ല. ആകയാൽ സകല ദുഷ്ടതയും
മനസ്സിലായോ? കുറെ ലിസ്റ്റുണ്ട്. എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ ഉദ്ദേശം വളർച്ചയാണ്. വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാല് വാഞ്ചയോടെ കുടിക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നീക്കിക്കളയേണ്ടത് നീക്കിക്കളയാതെ വന്നിരുന്ന് വചനം കേൾക്കുവാണെങ്കിൽ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ വെറുതെ വന്നതാ എന്നാ കർത്താവ് പറഞ്ഞ ആശയം. അതുകൊണ്ട് പറയുന്നു ഞാൻ നിങ്ങളെ ശാസിക്കും, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരല്ല, കേട്ടാൽ അനുസരിക്കാനും താല്പര്യമുള്ളവരല്ല. രണ്ടാമത്തെ മീറ്റിംഗാണ് പ്രാർത്ഥനയോഗം. പ്രാർത്ഥനയോഗം എല്ലാ സഭയിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാർത്ഥനയോഗം അവിടെ പറഞ്ഞിരിക്കുന്ന സകൃതരക്കാർ പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എന്റെ പ്രാർത്ഥന ശബ്ദം കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ അകൃത്യ ഹൃദയത്തിൽ കരുതിയിട്ട്, അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്തത് എന്തും ഹൃദയത്തിൽ കരുതിയിട്ട് കൂട്ടുസഹോദരന്മാരോട് മനഃപൂർവ്വമായിട്ട് ഹൃദ്യമായിട്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനും സഹകരിക്കുവാനും ഹൃദ്യതയില്ലാതെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനായോഗമാണെങ്കിൽ മീറ്റിംഗ് നടക്കും, സംശയമൊന്നുമില്ല, പ്രാർത്ഥിക്കും, വിശാലമായി പ്രാർത്ഥിക്കും. കർത്താവ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല, ഞാൻ നിന്നെ ശാസിക്കും, ഞാൻ നിന്നെ ശിക്ഷിക്കും. മൂന്നാമത്തെ യോഗമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നാം കരുതുന്നത്, അപ്പം നുറുക്കം. നമ്മെ സംബന്ധിച്ച് ബാക്കി എല്ലാ മീറ്റിങ്ങുകൾക്കും മുടക്കം വരുത്തിയാലും നമ്മൾ മുടക്കം വരുത്താത്തൊരു മീറ്റിംഗാണ് ഈ അപ്പം നുറുക്കം. എന്തൊക്കെയോ അതിനകത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയെന്നാണ് എന്റെ സംശയം. അതില് വേണ്ടവണ്ണം ഒരുക്കത്തോടെയാണോ വരുന്നത്, വിശുദ്ധിയോടെയാണോ വരുന്നത്, കർത്താവുമായിട്ട് ധരിപ്പ് പ്രാപിച്ചാണോ വരുന്നത്, യഥാർത്ഥമായിട്ട് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണോ വരുന്നത്? നാം ചിന്തിക്കണം. അങ്ങനെയൊന്നും അല്ല വരുന്നത്. ഇവിടെ വന്ന് പതിവ് പോലെ ഒരു പാട്ടും പാടി, പതിവ് പോലെ സങ്കീർത്തനം വായിച്ച്, പതിവ് പോലെ 2 വാക്ക് പറഞ്ഞിട്ട് പോകാനാ വരുന്നതെങ്കിൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ശാസിക്കും, ഞാൻ നിന്നെ ശിക്ഷിക്കും. മീറ്റിംഗ് ഇല്ലാഞ്ഞിട്ടല്ല, മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ. കർത്താവ് വെളിയിൽ നിന്ന് അകത്ത് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ശാസിക്കും. അപ്പൊ 2 കാര്യം ഞാനിപ്പോ പറഞ്ഞു. ഒന്ന്, ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും സ്നേഹമുള്ളതുകൊണ്ടാണ്. രണ്ടാമത് 2 മേഖലയെ ശിക്ഷിക്കുന്നത്. ഒന്ന് മക്കളായതുകൊണ്ടാണ്. അപ്പന് മക്കള് എങ്ങനെയെങ്കിലും ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ല, എന്നെപ്പോലെ ആകണം എന്റെ മക്കളും, അതാ പിതാവ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് സഭാവിശ്വാസമായതുകൊണ്ടാണ്. ഞാൻ സഭയുടെ തലയാണ്. തലയ്ക്ക് കീഴ്പ്പെട്ട് തലയ്ക്ക് പ്രയോജനമായി തലയ്ക്ക് പ്രസാദമായിട്ട് അംഗങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ അംഗങ്ങളെ ശുദ്ധീകരിക്കും, ഒരു സംശയവുമില്ല. അതാണ് ശാസിക്കും ശിക്ഷിക്കുമെന്ന് ശക്തമായിട്ട് പറഞ്ഞതിന്റെ കാരണം. എന്നിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് 19-ാം വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കും. ജാഗ്രത, പിന്നെ മാനസാന്തരപ്പെടുക. ഈ ജാഗ്രത ആയിരിക്കേണ്ട ഏത് കാര്യത്തിനറിയാമോ? കർത്താവ് പറയുന്നത് ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറഞ്ഞു. അതായത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനാണ്. ഈ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ എന്താ, ശീതവാൻ എന്ന് പറഞ്ഞാൽ എന്താ, ശീതോഷ്ണവാന്റെ അർത്ഥം എന്തുവാ, ഇതുകൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്താന്നുള്ളത് നീ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഈ ജാഗ്രത എന്ന് പറഞ്ഞ ആ ഉദ്ദേശം. ഈ പറഞ്ഞത് അങ്ങ് വെറുതെ കേട്ടാൽ മാത്രം പോരാ. ഞാൻ നിന്റെ കുറവ് നിനക്ക് ബോധ്യപ്പെടുത്തി തന്നു, നീ ഇങ്ങനെങ്കിലും ആയിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞു, നീ അതിന് ഗൗരവം മനസ്സിലാക്കാനായിട്ട് പറ. അതാണ് ജാഗ്രതയായിരിക്കുക. കേൾക്കുന്ന കാര്യത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരല്ലെങ്കിൽ അത് കേൾക്കുന്നത് ഔവണ്ണം ഉൾക്കൊള്ളുവാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വരും. വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവത്തിന് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. അത് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. 28-ാം അധ്യായത്തിലാണ്, എന്റെ ജനം അടുത്തു വന്ന് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. അത് പണ്ടേ ഉള്ള കാര്യമാണ്. അത് ഇന്നും ഉണ്ടെങ്കിൽ പറയുന്നു നീ ജാഗ്രതയായിരിക്കണം. ഞാൻ നിന്റെ കുറവ് നിന്നെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് കർത്താവ് പറയുന്നത് ഈ ലവോദിക്ക സഭ, ഞാൻ നിന്റെ കുറവ് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ട് നിന്നെ അങ്ങ് വിട്ടുകളയുമല്ല, നീ എന്റെ അടുത്ത് വന്നിട്ട് ഈ പറഞ്ഞൊക്കെ വിലയ്ക്ക് വാങ്ങാൻ, ഞാൻ ആവർത്തിക്കുന്നില്ല, വിലയ്ക്ക് വാങ്ങാനായിട്ട് പ്രബോധിപ്പിക്കാം. എന്നിട്ട് പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ബോധ്യപ്പെട്ട് ഒന്ന് ജാഗ്രതയോടെ ജീവിക്കണം, 2 മാനസാന്തരപ്പെടണം. ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിങ്ങനൊന്നും പോയാൽ പോരാ എന്ന് ചിന്തിച്ചാൽ പോരാ. ഈ നമ്മളെന്നുള്ള വിഷയം വിട്, നമ്മളത് വേണ്ട. നമ്മളെന്നുള്ള കാര്യപ്പെട്ടിട്ട് ഞാൻ ഓരോ വിശ്വാസിയും, നമ്മൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ 7 സഭകൾക്ക് ലേഖനം എഴുതുമ്പോഴും ആ 7 കത്തുകളുടെയും അവസാനം പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ എന്നല്ല,
ചെവി ഉള്ളവൻ എല്ലാം അവസാനിപ്പിക്കുന്ന വ്യക്തികളോടാണ്. അതായത് വ്യക്തികൾ കൂടുന്നതാണല്ലോ സഭാ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നത് ഞാനാ എന്ന ഒരു ചിന്ത എന്നെ ഭരിക്കണം. ഞങ്ങളെന്നല്ല, നമ്മളെന്നല്ല, അതവിടെ നിൽക്കട്ടെ. ഈ കൂട്ടമായിട്ടുള്ള കാര്യങ്ങളെ പൊതുവെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ക്രൂശിൽ കിടന്ന കള്ളന്മാരിലെ രണ്ടുപേരും കൂടെ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കാം. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല. അടുത്തവൻ പറഞ്ഞു, യേശുവെ നീ എന്നെ ഓർക്കണം. അവൻ രക്ഷപ്പെട്ടോ? അവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഈ കൂട്ടപരിപാടി ഇല്ല. എല്ലാവരും ചിന്തിക്കേണ്ടത് ഈ കേട്ട കാര്യങ്ങൾ എന്നോടാ പറയുന്നത്. ഞാനാ മാനസാന്തരപ്പെടേണ്ടത്. എങ്ങനെ മാനസാന്തരപ്പെടുന്നത്? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കിഴക്കോട്ടാണെങ്കിൽ നേരെ പടിഞ്ഞാറോട്ട് നടക്കണം. കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തെക്കുവടക്ക് നടക്കേണ്ട ആവശ്യമില്ല. കിഴക്കാണെങ്കിൽ പടിഞ്ഞാറോട്ട് പോകണം, നേരെ ഓപ്പോസിറ്റ്. ബുടിയംപുത്രൻ ജീവിച്ച ആ സ്റ്റൈൽ മാറ്റിയിട്ട് നേരെ വരുന്ന അപ്പൻ്റെ അടുത്തേക്കാം. അത് തിരിഞ്ഞിങ്ങി പോരുക. അതാ മാനസാന്തരം. ആ റിപ്പന്റൻസിന്റെ 2-3 വാക്ക് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. റിപ്പന്റ്, റിട്ടേൺ ആൻഡ് റെസ്റ്റോർ. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക. യഥാസ്ഥാനം അവസാനമാണ്. മാനസാന്തരം ആ തുടക്കം. മാനസാന്തരപ്പെടുന്ന ഒരാളിനെ മടങ്ങി വരുവാൻ സാധിക്കും. മടങ്ങി വരുന്ന ഒരാളിനെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും യഥാസ്ഥാനപ്പെടാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് എവിടെയോ സംഭവിച്ചെന്ന് ബോധ്യപ്പെട്ട് അത് ഏറ്റവും ഉപേക്ഷിച്ച് കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ആ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുമ്പം അല്പസമയമെടുക്കും റെസ്റ്റോറേഷൻ, നിരപ്പ് പ്രാപിക്കാൻ. ഒരു മുറിവുണ്ടായാൽ ആ മുറിവിന് മരുന്ന് വെച്ച് കെട്ടിയാൽ ആ മുറിവ് കരിഞ്ഞ് മാറി അതിന്റെ കെട്ടിയെല്ലാം മാറ്റിക്കളയണമെങ്കിൽ അല്പസമയമെടുക്കും. ഒരു എല്ലിന് പൊട്ടലുണ്ടായാൽ പ്ലാസ്റ്റർ ഇട്ട് നിർത്തിയാൽ പഴയ അവസ്ഥയിലേക്ക് റെസ്റ്റോറേഷൻ. യഥാസ്ഥാനം മാറിപ്പോയ സ്ഥാനത്തേക്ക് മടങ്ങി വരിക. ആഴ്ചകളും മാസങ്ങളും ഡോക്ടർമാർ പറയും ശാന്തമായിട്ടിരുന്നോണം, യാത്ര ചെയ്യില്ലേ, ജോലി ചെയ്യരുത്, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. ഇതാ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരം, മടങ്ങി വരവ്, യഥാസ്ഥാനം. മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, മാനസാന്തരപ്പെട്ടു എന്നുള്ള കാര്യം യഥാസ്ഥാനത്തിൽ കൂടെ സഭാവിശ്വാസികൾക്ക് ബോധ്യപ്പെടണം. ആ നിലയിലുള്ളൊരു മാനസാന്തരം ഇവിടെ വിശ്വാസികൾ കൊണ്ടാണെന്ന കർത്താവ് ഇവരോട് പറഞ്ഞത്. നമുക്ക് തൽക്കാലം ആ 19-ാമത്തെ വാക്യം അങ്ങനെ അവസാനിപ്പിക്കാം. 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അപ്പൊ കഥ അടച്ചേക്കുമല്ലേ? കഥ അടച്ചേക്കുക. AC ഉള്ളതുകൊണ്ടായിരിക്കും, അറിയത്തില്ല. ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും ഒത്തിരി ഭാരം മനസ്സിലുണ്ട്. കർത്താവിന് തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ കഴിയാത്തൊരു സഭ. എന്താ വാഗ്ദത്തം? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന് ആ വാഗ്ദത്തം നിറവേറ്റാൻ കഴിയാത്തത് താൻ അവിശ്വസ്തനായതുകൊണ്ടല്ല, അകത്തിരിക്കുന്ന ഒരു അവിശ്വസ്തനായതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 or 3 are gathered together in my name എന്ന് പറഞ്ഞാൽ എന്റെ നാമത്തിൽ കൂടി വരികയല്ല, പിന്നെ കൂട്ടി വരുത്തുക. എന്റെ നാമത്തിൽ കൂടി വന്നാൽ പോരാ. 2 പുസ്തകം എടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് കൂടി വന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കൂട്ടി വരുത്തണം. അതാ ശരിയായിട്ടുള്ള ഭാഷാന്തരം. നിങ്ങളിപ്പോൾ കൂടിയിരിക്കുന്നത് എന്റെ ഹൃദയപ്രകാരമല്ല, പ്രമാണപ്രകാരമല്ല, വചനപ്രകാരമല്ല, ആത്മാവ് നിയന്ത്രണത്തിലല്ല. നിങ്ങൾ ഇഷ്ടം പോലെ കൂടുക. അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്തത്. അതാ വെളിയിൽ നിൽക്കുന്നതിന്റെ കാരണം. കഥ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ പഠിച്ചായിരുന്ന മുമ്പുള്ള സഭയെക്കുറിച്ച് ഞാൻ വിശാലമായ ഒരു വാതിൽ നിനക്കായിട്ട് തുറന്നു വെച്ചിരിക്കുന്നു. സഭയ്ക്ക് കർത്താവ് തുറന്ന വാതില പെന്തക്കോസ്ത് നാളിൽ. ഇന്ന് വരെ കർത്താവ് അടച്ചിട്ടില്ല. ആ സഭയിലേക്ക് ഇങ്ങനെ വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ കണക്കനുസരിച്ച് വിശ്വാസികൾ വന്ന് പൂർത്തിയാകുമ്പോൾ അത് കഴിഞ്ഞു. കൃപയുടെ വാതിൽ അടച്ചിട്ട് കർത്താവ് മധ്യാകാശത്തിൽ വന്ന് വിശ്വാസികളെ കൊണ്ടുപോകും. അന്ന് വരെ സഭയുടെ വാതിൽ, സഭാഹോളിന്റെ അല്ല, സഭയുടെ വാതിൽ തുറന്നിരിക്കുക. ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നേ അടഞ്ഞിരിക്കുക. അതിന്റെ ഉത്തരവാദി ആരാണ്? നിശ്ചയമായിട്ടും വിശ്വാസികളാണ്. ആ സഭയിലുള്ള വിശ്വാസികളാണ്. കർത്താവല്ല എന്നുള്ളത് നാം നിശ്ചയമായിട്ട് ഓർത്തിരിക്കണം. കർത്താവ് അങ്ങനെ അടയ്ക്കുന്നവനല്ല, അവന് തുറന്ന് നമ്മെ സഹായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവനാ. ഇനിയും കർത്താവ് അകത്ത് വന്നില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം, ഞാൻ ഒരു ഉദാഹരണം പറയാം. പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതൊരു വിഷയമാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പിന്നെ പറഞ്ഞു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. എന്തോ അതിന്റെ ആശയം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യമാണ്.
നമ്മൾ വിശ്വസിച്ചപ്പോൾ ക്രിസ്തു നമ്മൾ വസിക്കാൻ ആരംഭിച്ചില്ലേ? ആരംഭിച്ചു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അവൻ ഒരിക്കലും ഇറങ്ങിപ്പോകത്തില്ല, നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. പിന്നെ എന്താ പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ആശയം ഇതാണ്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ അത് യഥാർത്ഥമായിട്ടും ആസ്വദിച്ച് അനുഭവിക്കണം. ക്രിസ്തു നമ്മളുണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ക്രിസ്തു സന്തോഷിക്കണം. ഇവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ടെന്ന് ക്രിസ്തുവിനും തോന്നണം. ഉദാഹരണം പറയാം. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം നോക്കുമ്പോൾ ഒരു നീതിമാനായ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം വന്നല്ലോ, ക്രിസ്തു വന്നു. 3 ദൂതന്മാർ വന്നു, അവിടെ ഭക്ഷിച്ചു, ഇറങ്ങിപ്പോയി. 2 ദൂതന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ക്രിസ്തുവും അബ്രഹാമും കൂടെ സംസാരിച്ച് നടക്കുക. ക്രിസ്തു അഥവാ കർത്താവ് അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നു, അല്ലേ? വന്നില്ലയോ? വന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് 19 അധ്യായം ആരുടെ ഭവനമാണ്? ലോത്തിന്റെ ഭവനം. ലോത്ത് നീതിമാനല്ലയോ? നീതിമാനാ, വിശ്വാസിയാ, നീതിമാനാ. അവിടെ പോയതാരാ? കർത്താവ് പോയില്ല, ദൂതന്മാരെ അയച്ചു. എന്താ കാര്യം? അദ്ദേഹത്തിനോട് പോകാൻ താല്പര്യമില്ല. ലോത്ത് നീതിമാനാ, അബ്രഹാം നീതിമാനാ. എന്റെ ദാസനെ അബ്രഹാമിന്റെ ഭവനത്തിൽ എനിക്ക് വരാൻ സന്തോഷമുണ്ട്, പക്ഷെ അങ്ങോട്ട് നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. അതായത് ആശയം മനസ്സിലായോ? അവിടെ കുഴപ്പമാണ്. ആ വീട്ടിൽ പോയാൽ ആസ്വാദികരമായ അനുഭവം ഉണ്ടാകത്തില്ലെന്ന് കർത്താവിന് അറിയാം. പോയില്ല. ഇതാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞതിന്റെ ഒരാശയം. ഉദാഹരണമായിട്ട് പറഞ്ഞതാ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? കർത്താവ് നമ്മൾ ഹൃദയത്തിൽ വസിക്കുമ്പോൾ കർത്താവ് ശരിക്കും എന്നോടുകൂടെ എൻജോയ് ചെയ്യുന്നുണ്ടോ? കർത്താവ് എന്നോടുകൂടെ ആസ്വദിക്കുന്നുണ്ടോ ജീവിതം? നമ്മൾ ആസ്വദിച്ച പോരാ, കർത്താവ് ആസ്വദിക്കണം. അതാ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം. ഇവിടുത്തെ സഭയ്ക്ക് പറ്റിയ കുഴപ്പം, കർത്താവ് പുറത്താണ്. ഒരു മുടക്കവുമില്ലാതെ കാര്യങ്ങളെല്ലാം അകത്ത് തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. ഇത് ഇവരോട് പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഞാനൊരു 30-35 വർഷം മുമ്പ് ഒരു പ്രസംഗം കേട്ടുക. നമ്മുടെ എം. ജോൺ സാറ് പുനലൂർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തമാശ പറഞ്ഞ ആളാണല്ലോ, അദ്ദേഹം പറഞ്ഞു, കർത്താവ് വളരെ സൗമ്യതയോടെ വാതിൽക്കൽ നിന്ന് മുട്ടുക, ചവിട്ടിപ്പൊളിക്കുവല്ലെന്ന് പറഞ്ഞു. കർത്താവ് ഇന്നും ചെയ്യത്തില്ല. അത് ഇന്നും നിർബന്ധിച്ച് എങ്ങും വരത്തില്ല. ഒരു പാപിയുടെ ഹൃദയത്തിൽ നിർബന്ധിച്ച് വരത്തില്ല. പാപിയെ നിർബന്ധിച്ച് രക്ഷിക്കപ്പെടത്തില്ല, അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. വിശ്വാസത്തോട് അങ്ങനെ തന്നെയാണ്. നിർബന്ധിച്ചൊരു കാര്യം ചെയ്യത്തില്ല. നമുക്ക് സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്, ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശാന്തമായിട്ട് മുട്ടുന്നത്. അകത്ത് വലിയ ശബ്ദമാണെങ്കിൽ ശാന്തമായ മുട്ടൽ, നോക്കിംഗ്, കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുക, ഇന്ന് നമ്മുടെ സഭകളിൽ ആ മീറ്റിങ്ങിനേക്കാളും പ്രാധാന്യം കമ്മിറ്റിക്കും ആലോചനയ്ക്കും. എന്തോ ഈ കമ്മിറ്റി ആലോചന ഒരു പിടിയും കിട്ടുന്നില്ല. എന്തു കാര്യം ആലോചിക്കാനാ? സഭയിൽ മൂപ്പന്മാരുണ്ട്, സുവിശേഷന്മാരുണ്ട്. അവർ ഒന്നിച്ച് പ്രാർത്ഥനകളോട് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ സഭയിൽ നടപ്പാകും. നിശ്ചയമായിട്ടും അത് വിശ്വാസം അംഗീകരിക്കും. അതുപോലെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ശബ്ദകോലാഹലങ്ങളാ. ഒരുത്തം പറയും വെളിയിൽ നിന്ന് മുട്ടുക, ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല, ശബ്ദത്തിന് കൂടുതലുണ്ട്. ശാന്തമായിട്ട് ആരാധിക്കാമോ, ശാന്തമായിട്ട് പ്രാർത്ഥിക്കാമോ, ശാന്തമായിട്ട് പഠിക്കാമോ, എന്നാൽ കേൾക്കാൻ പറ്റുകയും ചെയ്യും. മാത്രമല്ല, ഈ മുട്ടുമ്പോൾ കേൾക്കണമെങ്കിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ 1-2 പേർക്കെങ്കിലും ഒരു ദുഃഖം വേണം. എന്റെ കർത്താവേ, ഇങ്ങനെ പോയാൽ പോരല്ലോ, ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോവാണല്ലോ, ഈ ഒരു ഭാരം ആർക്കുണ്ടോ അവർ മാത്രമേ ഈ ശബ്ദം കേൾക്കത്തുള്ളൂ, അല്ലാത്തവർ കേൾക്കത്തില്ല. ആരെങ്കിലും കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ശബ്ദം കേട്ട് വാൽ തുറന്നാളെ പറഞ്ഞു, എല്ലാവരും തന്നെ പറഞ്ഞു. ഒരാളെങ്കിലും ആ ശബ്ദം കേൾക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി പറഞ്ഞത് നോക്കിക്ക, 20-ാം വാക്യത്തിൽ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വേണ്ട ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. എന്താ വാതിൽ തുറക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നത്? കർത്താവിന് തുറക്കാൻ അറിയാൻ വന്നിട്ടാണോ? അല്ല, അതിന് കാരണമുണ്ട്. അടച്ചതാരം. അപ്പോൾ പിന്നെ ആരും തുറക്കേണ്ടതാരാ? അടച്ചവർ തുറക്കണം. അടച്ചവർ തന്നെ തുറക്കണം. നിങ്ങളല്ലയോ എന്റെ പ്രമാണം തെറ്റിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് അടഞ്ഞു കിടക്കുക, അങ്ങ് അടഞ്ഞു നിൽക്കുക, അതുകൊണ്ട് ഞാൻ പുറത്തു നിൽക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ തുറക്കണം. ഞാൻ റെഡിയാ. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് വന്നിട്ട് എന്തോ ആദ്യം പറഞ്ഞതറിയാമോ? കല്ല് നീക്കുവെന്ന് പറഞ്ഞു. കാരണം എന്നാ? ഈ കർത്താവിന് ഒറ്റ വാക്ക് പറഞ്ഞാൽ കല്ല്, ഈ മരിച്ച് നാറ്റപ്പച്ച മനുഷ്യൻ പുറത്തു വരുന്നുണ്ട്, പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ കല്ല് ഉരുള് മാറത്തില്ലയോ? മാറും, മാറ്റത്തില്ല. നീയാണോ വെച്ചത്? നിങ്ങളാണോ വെച്ചത്? നിങ്ങളത് മാറ്റണം. അവരെ കൊണ്ടത് മാറ്റിച്ചു.
എന്നാൽ ഈ ലാസറിന്റെ ഉള്ളിലെ ജീവൻ എടുത്തു കളഞ്ഞതാരാ? എടുത്തുകൊണ്ട് പോയതാരാ? കർത്താവ്. അത് തിരിച്ചു കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയൂ? കർത്താവിനെ കൊണ്ട്. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ജീവൻ കൊടുക്കാൻ പറഞ്ഞില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്നത് പറയത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ കർത്താവ് ജീവൻ തിരിച്ചു കൊടുത്തപ്പോൾ ലാസർ എഴുന്നേറ്റു. നോക്കിയപ്പോൾ പിന്നെ കൈ കാലുമൊക്കെ അഴിക്കാൻ പറഞ്ഞു. കെട്ടുതാരാ? മനസ്സിലാ? ഈ കെട്ട് പൊട്ടിച്ച് വരാൻ വയ്യാഞ്ഞിട്ടാണോ? കർത്താവ് കെട്ട് പൊട്ടിച്ചല്ലയോ കല്ലറന്ന് പുറത്ത് വന്നേ? ഇത് പൊട്ടിക്കാൻ വയ്യാഞ്ഞിട്ടാണോ? പൊട്ടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. നീ വെച്ച കല്ല നീ മാറ്റണം. നീ കെട്ടിയ കെട്ട നീ അഴിക്കണം. നീ കഥ വളർത്തെങ്കിൽ നീ കഥ തുറക്കണം, ഞാൻ അകത്ത് വരാം. എന്തെന്നറിയാം അതിന്റെ ആശയം നിനക്ക് മാനസാന്തരവും താല്പര്യവും ദുഃഖവും ഭാരവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശബ്ദത്തിന് നീ ചെവി കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? എങ്കിൽ മാത്രമേ ഒരാളെങ്കിലും അത് തുറക്കുവാൻ താല്പര്യപ്പെടത്തുള്ളൂ. കർത്താവിന് അറിയേണ്ടത് ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവർ, ഈ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ സഭാ കൂടിവരവിന്റെ ആ ശുഷ്കിച്ച അവസ്ഥ ഒന്ന് പരിഗണിക്കണം. അതിന് ഓരോരുത്തരും ചിന്തിച്ചെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ എന്നാണ് പറയാനുള്ളത്. അല്ലാതെ പൊതുവായിട്ട് ഒരു കുറ്റം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇവിടെ കർത്താവ് കൃപായുഗത്തിലുള്ള കൂട്ടത്തോടായി പറയുന്നത് കഥക തുറക്കുന്ന കാര്യം. കൃപായുഗത്തിന് മുമ്പ് ഒരു ന്യായപ്രമാണയുഗം ഉണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്നു കൂടിവരവുകൾ. സഭയല്ല, അന്ന് കൂടിവരവുണ്ടായിരുന്നു, അന്ന് യാഗം ഉണ്ടായിരുന്നു, ദൈവാലയം ഉണ്ടായിരുന്നു. അറിയാമല്ലോ, അത് സഭയല്ല, സഭ നിയമത്തിലേ ഉള്ളൂ. അവിടെ യാഗം അർപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകം മലാക്കി പ്രവചനം ഒന്ന് വായിച്ച് ഒരു വാക്യം എടുത്ത് മലാക്കി 1:10 വാക്യം, മലക്കായി ചാപ്റ്റർ 1:10. അവിടെ യാഗം അർപ്പിക്കുന്ന ആ ഇസ്രായേൽ സഭയുടെ മുമ്പാകെ ദൈവത്തിന് ഇഷ്ടമല്ലാതെ വന്നപ്പോൾ ദൈവം ഒരു വാക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്. മലാക്കി പ്രവചനം മുഖാന്തരം ഒന്ന് വായിച്ചത് 1:10. വായിച്ചേ. നിങ്ങളെല്ലാം യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടയ്ക്കുക. അവിടെ എന്താ പറഞ്ഞ്? വാതിലടയ്ക്കാൻ. കർത്താവ് പൊറുതിമുട്ടി. അവിടെ യാഗമില്ലാഞ്ഞിട്ടല്ല, യാഗമുണ്ട്, യാഗപീഠമുണ്ട്. മലിനമായത് അർപ്പിക്കുന്നു, കണ്ണുപൊട്ടിയതിനെ അർപ്പിക്കുന്നു, മുടന്തുള്ളതിനെ അർപ്പിക്കുന്നു, ഇഷ്ടംപോലെ കാര്യം ചെയ്യുന്നു. യാഗം നടന്നാൽ പോരാ, പ്രാർത്ഥന നടന്നാൽ പോരാ, അപ്പം നുറുക്കിയാൽ പോരാ. അന്നത്തെ കാലത്ത് പറയുന്നു അത് കൃപായുഗത്തിലെ ന്യായപ്രമാണത്തിലെ കാര്യമാണ്, പഴയനിയമത്തിലെ കാര്യമാണ്, ദൈവാലയത്തിലെ കാര്യമാണ്. താൻ പറയുന്നത് അടച്ചുകളയാൻ. ആരെങ്കിലും അടച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കർത്താവ്. പക്ഷെ ഇവിടുത്തെ ആരെങ്കിലും ഒന്ന് തുറന്നിരുന്നെങ്കിൽ. ഇത് നമ്മളോടുള്ള കർത്താവിന്റെ അമിതമായ കരുണയല്ലേ, അമിതമായ കൃപയല്ലേ? കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആ കൃപയിൽ നമ്മളെ കർത്താവ് പരിപാലിക്കുന്നു. അവന്റെ കൃപ നമ്മിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുള്ള തെളിവാണ് ഈ രണ്ട് വാക്യം നമ്മൾ താരതമ്യപ്പെടുത്തണം. പണ്ട് പറഞ്ഞു അടച്ചിരുന്നെങ്കിൽ, ഇന്ന് പറഞ്ഞു അടയ്ക്കരുത്, തുറക്കണം. ഞാൻ റെഡിയാണ്, ഞാനിവിടെ നിൽപ്പുണ്ട്. തുറന്നാൽ ഇനി നോക്കിക്കേ, 20 വാക്യം വായിച്ച് വെളിപ്പാട് പുസ്തകം 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അവനോടും എന്നോടും ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് കാണുന്നത്. വിത്ത് മീ വിത്ത് ഹിം, അവനോടുകൂടെ. ഇത് കർത്താവിന്റെ പരസ്യപ്രവർത്തന കാലത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, നീ എന്റെ കാല് കഴുകത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യു ഹാവ് നോ പാർട്ട് വിത്ത് മീ എന്നാ. യു ഹാവ് നോ പാർട്ട് വിത്ത് മീ. ഇൻമീ എന്നല്ല പറഞ്ഞത്, എന്നിൽ പങ്കില്ലെന്നല്ല പറഞ്ഞത്, എന്നോട് കൂടെ പങ്കില്ലെന്നാ. രണ്ടാ. എന്നിൽ പങ്കെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവിൽ പങ്കുണ്ട്. ആ പങ്കിന് മാറ്റം വരുന്നില്ല. കൂട്ടായ്മ ബന്ധത്തിന് ഭംഗം വന്നാൽ, ജീവിതത്തിൽ ക്രമക്കേട് വന്നാൽ, പ്രായോഗിക ജീവിതത്തിൽ അശുദ്ധി വന്നാൽ കർത്താവ് പറയുന്നത് യു ഹാവ് നോ പാർട്ട് വിത്ത് മീ, എന്നോട് കൂടെ പങ്കില്ല. ഉടനെ പറഞ്ഞു കൈയും കാലും തലയും കൂടെ കഴിയേക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പോഴാണ് കാര്യം പിടികിട്ടിയേ. കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് കാല് മാത്രം കഴിയാൻ മതി. പ്രായോഗിക ജീവിതത്തിൽ വന്ന പരാജയം മാത്രം ശുദ്ധീകരിച്ചാൽ മതി. ഉടനെ തന്നെ കർത്താവ് അവനെ ശുദ്ധീകരിച്ചു. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആശയം. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, എന്നോട് കൂടെ. വിത്ത് മീ ആൻഡ് വിത്ത് ഹിം. അവൻ എന്നോടും ഞാൻ അവനോടും.
ആ ബന്ധം, കൂട്ടായ്മ ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പങ്കാളിത്വം നഷ്ടപ്പെടുന്നത്. പാർട്ട് വിത്ത് മീ, എന്നോട് പങ്കില്ല. രക്ഷിക്കപ്പെട്ടവൻ ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുത്തുകയില്ല, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടുത്തുകയില്ല. ആ പങ്കാളിത്വം ആസ്വദിപ്പാൻ കഴിയാതെ വരും എന്ന പറഞ്ഞതിന്റെ ആശയം. 2 വാക്കൂടെ അതിനെ ചേർത്ത് പറയാം. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ കൊമ്പുകളുമാവുന്നു. അത് പറഞ്ഞിട്ട് ഫലത്തിന്റെ കാര്യം പറഞ്ഞു, പ്രൂണിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞു, യു കാൻ ഡു നത്തിങ് അപ്പാർട്ട് ഫ്രം മീ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും. അപ്പൊ ഈ പിരിഞ്ഞു നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു? ഞാൻ പുറത്ത്, നിങ്ങളെല്ലാവരും അകത്ത്. നിങ്ങൾ ചെയ്യുന്ന എന്തുവാ? പാട്ട്, പ്രാർത്ഥന, ആരാധന, കൊടുക്കുക, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പിരിഞ്ഞു നിൽക്കുക, എന്നെ പിരിഞ്ഞാൻ നിൽക്കുന്നേ. എന്നെ പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പാർട്ട് ഫ്രം മീ, എന്നെ വിട്ട് യു കാൻ ഡു നത്തിങ്, ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് തന്നെ എന്റെ അർത്ഥം. തുറന്നാലോ അകത്ത് വരും, ഞാൻ നിങ്ങളുടെ കൂടെയാ. പിന്നെ ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾ ഒന്നിച്ച. നമ്മൾ സാധാരണ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണല്ലോ. കർത്താവ് സഭയുടെ മധ്യത്തിലുണ്ട്. 2 3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. നാം പിതാവിനെ ആരാധിക്കാൻ കൂടി വരുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ സാധാരണ പറയുന്നൊരു വാക്കാണല്ലോ, ഞങ്ങൾ മേശയ്ക്ക് ചുറ്റി വരുന്ന കർത്താവ് നിന്നെ, ഞാൻ പറയത്തില്ല അങ്ങനെ, ഞാൻ സ്തോത്രം ചെയ്യുന്ന അങ്ങനെയല്ല. ഞാൻ സാറിന് പറഞ്ഞിങ്ങനെ, കർത്താവ് അവിടുത്തെ പുത്രനെ ചുറ്റി വരുന്ന അങ്ങ് ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം എന്ന് പറയും. മേശയാണ് നടുക്കിയിരിക്കുന്ന പുത്രനാണോ? പുത്രന്റെ കൂടെയാ, പുത്രന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പിതാവിനെ ആരാധിക്കുന്നത്. അപ്പോ ഞാൻ അകത്ത് വന്നാൽ കൂട്ടായ്മയുണ്ട്, ഫലമുണ്ട്. മാത്രമല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പൗലോസ് പറഞ്ഞു എബ്രായ ലേഖനത്തിൽ, തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തോളം അടുത്തു വരിക. അത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന വാക്കാണ്. തത്സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തോളം അടുത്തു വരിക. കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന. അവിടെ ഇരിക്കുന്ന ആരാ? കർത്താവ്. ഇപ്പൊ കർത്താവ് ഇവിടെ ഈ പറഞ്ഞ പ്രകാരം പുറത്താ. അപ്പൊ കൃപാസനം എന്ന് പറയാൻ പറ്റുമോ അകത്ത്? ഇല്ല. ആസനം എന്ന് പറയാം, ഇരിപ്പിടമെന്ന് പറയാം, കൃപയില്ല. അവിടെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അകത്ത് വന്നാൽ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥന കേൾക്കും. അകത്ത് വന്നാൽ എന്ത് ചെയ്യാം? ഒന്നിച്ച് ജീവിക്കാം, ഫലമുണ്ടാകും. അകത്ത് വന്നാൽ എന്ത് ചെയ്യാം? തിരുസാന്നിധ്യത്തിൽ പിതാവിനെ ആരാധിക്കാം. അകത്ത് കർത്താവില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശൂന്യമാണ്. അതുകൊണ്ട് പറയുന്നത്, എന്നെ അകത്ത് കയറ്റിയാൽ ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ കൂട്ടായ്മ അനുഭവിക്കും, ഭക്ഷിക്കും, അത്താഴം കഴിക്കും. അത് കൂട്ടായ്മയുടെ മഹത്വത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഗൗരവത്തോടെ കാണാം. ഇനിയും ഒരു വാക്ക് പറയുമ്പോൾ, ആരെ വിധിക്കാനൊന്നും പോകണ്ട, ആരെക്കുറിച്ച് പറയാനൊന്നും പോകണ്ട. ഒന്നാമത്തെ സഭയെക്കുറിച്ച് പറയുന്നത് എഫെസസ് സഭയാണ്. ഒന്നാമത്തെ എഫെസസ് സഭയാണ്. അവസാനം പറഞ്ഞു ലവോദിക്ക സഭയാണ്. അവരോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിലവിളക്ക് നിലയിൽ നിന്ന് നീക്കും. അവസാനം പറഞ്ഞു, ഞാൻ അകത്ത് വരണം. ഞാൻ അകത്ത് വന്നില്ലെങ്കിൽ ഞാനില്ലാത്ത, എന്റെ സാന്നിധ്യമില്ലാത്ത കൂട്ടായ്മയാണ്. ഈ രണ്ട് സ്ഥിതിയെന്ന് ഓർക്കണം. നിലവിളക്ക് നിലയിൽ നീക്കുമെന്ന് പറഞ്ഞാൽ, അന്ന് പറഞ്ഞതുപോലെ പിന്നെയും പറയുക, സഭാഹോള് അടച്ചിടുമെന്നല്ല, എല്ലാം തല്ലിപ്പിഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ ആകണമെന്നില്ല. കർത്താവ് കൂടിയൊരു നടക്കുമ്പോൾ തന്നെ മീറ്റിംഗ് എല്ലാം നന്നായിട്ട് ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ തന്നെ ദൈവദൃഷ്ടിയിൽ അതിന്റെ നില തെറ്റിപ്പോകുന്നു എന്നർത്ഥം. കർത്താവ് ദൃഷ്ടിയിൽ ആ സഭയില്ല. എന്റെ മനസ്സിന് അത് പോയി എന്ന കർത്താവ് പറയുന്ന ആശയം. അതിന്റെ നിലയിൽ നിന്ന് മാറ്റും. സഭയ്ക്കൊരു നിലയുണ്ട്, ഒരു പൊസിഷനുണ്ട്, ഒരു സ്ഥാനമുണ്ട് ദൈവദൃഷ്ടിയിൽ. ആ സ്ഥാനം തെറ്റി. അതാ ഒന്നാമത്തെ സഭയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സഭ എന്തുവാ? എന്റെ സാന്നിധ്യമില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെയുള്ള സഭകൾ ഇന്നും കാണുമോ? കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നു. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്വത്രാഴ്ചയുണ്ട്, അപ്പന്നൂർക്കുണ്ട്, കോട്ടയം എല്ലാം ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ലാതെ പോകുന്നത് കൊണ്ട് മനസ്സിലാക്കാനും പാടാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള വിവേചന ശക്തി വേണം, ശരിയായിട്ടുള്ള ആത്മീയ കാഴ്ചപ്പാട് വേണം. സഭയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സഭാ കൂട്ടായ്മ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? ഞാൻ വരുന്നത് കൊണ്ട് മറ്റൊരുത്തിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ മാസത്തെക്കാളും ഈ മാസം ഇതിനൊരല്പം കൂടെ എന്റെ ആത്മീയത മെച്ചപ്പെട്ടിട്ടുണ്ടോ? പരിശോധിച്ചിട്ട് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ എനിക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്.
എന്ത് കുഴപ്പമുണ്ട്? ഒന്നീ കർത്താവിന്റെ മനസ്സിൽ നിന്ന് പോയി ആ സഭ, അല്ലെ കർത്താവ് സാന്നിധ്യം ഇല്ലാതെ കൂടുക. ഇത് രണ്ടും ഗൗരവമുള്ള കാര്യമാണ്. ഒന്നാമത്തെ സഭയും അവസാന സഭയും രണ്ടും ഗൗരവമുള്ള കാര്യമാണ്. നമുക്കതിന് അത്രയും പ്രാധാന്യം കൊടുക്കാം. ഇത് വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. ആരെയും ഒന്നും പറയണ്ട, മറ്റാരുടെയും കാര്യം നോക്കണ്ട, മറ്റ് സഭകളും നോക്കണ്ട. ഞാൻ പോകുന്ന എന്റെ പ്രാദേശിക സഭയിൽ എന്നെ കൊണ്ട് എന്ത് നന്മ ഉണ്ടാകുന്നു, എനിക്കെന്ത് നന്മ ഉണ്ടാകുന്നെങ്കിൽ കർത്താവിൻ സാന്നിധ്യത്തിൽ മുൻപോട്ട് പോകുന്നതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ പരിശോധിക്കണം, പരിഹാരം ഉണ്ടാക്കണം, മുൻപോട്ട് പോകണം. 21 വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ജയിക്കുന്നവനെ എന്ന് പറയുന്നത് ഓവർകമേഴ്സ്. ഓവർകം എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക, മറ്റൊന്നിനെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ അതിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവനെ എന്നോടുകൂടെ ഇരുത്തും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഏത് കാര്യത്തിലാ ജയിച്ച് പോയത്? കർത്താവ് ഒരു കാര്യത്തിലും പരാജയപ്പെട്ടിട്ടില്ല. ശത്രുവിനെ പരാജയപ്പെടുത്തി, യഹൂദന്മാരെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു. കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യം താൻ നിവർത്തിച്ചു. യോഹന്നാൻ 17 അധ്യായത്തിൽ പ്രാർത്ഥനയാണ്. നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. അക്കംപ്ലീഷ്ഡ്, ഫുൾഫിൽഡ്. ചെയ്യുവല്ല, സിംപ്ലി ഡൂയിങ്, അങ്ങനല്ല. ചെയ്യുവല്ല, നിവർത്തിക്കുക. അത് കൊച്ചു കാര്യമല്ല. നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ പാടുന്നുമില്ല, ചെയ്താൽ പോരാ. ചെയ്യാൻ ഏൽപ്പിച്ച യജമാനമെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നണം. ഇങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അതിലും ബെറ്ററായി ചെയ്തല്ലോ. മനസ്സിലായോ? അതാണ് പെർഫെക്റ്റായി ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക, അക്കംപ്ലീഷ് ചെയ്യുക എന്ന് പറഞ്ഞ ആശയം. കർത്താവ് ചെയ്യുമല്ലായിരുന്നു. പിതാവേ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. യോഹന്നാൻ 17:4. എന്നിട്ട് പറയുന്നു, ഞാൻ മഹത്വത്തിലേക്ക് വരിക. നിവർത്തിച്ചു, മഹത്വത്തിലേക്ക് വരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ക്രൂശിലേക്ക് പോയി. ക്രൂശിൽ കിടന്നുകൊണ്ട് 7 കാര്യം പറഞ്ഞു. അവസാനത്തെ വാക്കെന്തുവാ? സകലവും. നമ്മളൊരു കാര്യം ചെയ്താൽ, ഇനി പ്രാർത്ഥിച്ചാലും പാടിയാലും ആരാധിച്ചാലും ബൈബിൾ ക്ലാസ് എടുത്താലും മീറ്റിങ്ങിന് വന്നാലും മീറ്റിങ്ങിന് പോയാലും ഏത് കാര്യമാണ്, ആത്മീയ കാര്യമാണോ, അത് ചെയ്താൽ പോരാ. പിന്നെന്ത് ചെയ്യണം? നിവർത്തിക്കണം. പാട്ട് പാടിയാൽ ശ്രദ്ധയോടെ പാടണം. ഹൃദ്യമായിട്ട് പാടണം. അതിനർത്ഥമുണ്ട്, ആശയമുണ്ട്. സങ്കീർത്തനം എഴുതി വായിക്കുന്നവരുണ്ട് ആരാധനയ്ക്ക്. എന്തിനാ സങ്കീർത്തനം വായിക്കുന്നത്? വീട്ടിൽ ഇരുന്ന് 4 പ്രാവശ്യം വായിക്കണം, കുറഞ്ഞ പക്ഷം 4 പ്രാവശ്യം വായിക്കണം. ശരിക്കും വാക്കി കാണാൻ മനസ്സിലാക്കണം, പഠിക്കണം, ധ്യാനിക്കണം. അത് എഴുന്നേറ്റ് വായിക്കുമ്പോൾ തന്നെ ഒരു ഹൃദ്യത ഉണ്ടാകണം. വായിക്കാൻ വേണ്ടി വായിക്കരുത്, ഹൃദ്യമായിട്ട് വായിക്കണം. അത് ശുശ്രൂഷയാണ്. ഒരു ചിന്ത പറഞ്ഞാലോ ആ ചിന്ത ഹൃദ്യമായിരിക്കണം. എന്ത് ചെയ്താലും ചെയ്യുന്ന കാര്യത്തിന് ഒരു പൂർത്തീകരണം, പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. പെർഫെക്ഷൻ. ഞാൻ നിവർത്തിച്ചു. അവൻ നിവർത്തി അവിടെ ചെന്നപ്പോൾ പിതാവിന്റെ അടുത്ത് ഇരിക്കുക. കർത്താവ് പറയാ, നിങ്ങളും ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിവർത്തിച്ചിട്ട് നിവർത്തിച്ചിട്ട് ചെയ്തിട്ട് വന്നാൽ പോരാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മധ്യേ നടക്കുന്ന പല ശുശ്രൂഷകളെക്കുറിച്ച് സഹോദരന്മാരെ സംസാരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ പറയുന്നൊരു വാക്കുണ്ട്. മറക്കല്ലേ, നമ്മുടെ പരിപാടി കേട്ടോ. അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ഉണ്ട് കേട്ടോ, ഒന്ന് വരണം. എന്തുവാ പരിപാടി? ബൈബിളിലുള്ളതല്ല. ഈ പരിപാടി നടത്തുന്നവരുടെ ആഗ്രഹം എന്നറിയാമോ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കണമെന്ന്. ആള് കൂടണം, വിജയിക്കണം. അവസാനം കണക്ക് കൂട്ടുമ്പം 10,000 മിച്ചം വരണം. പരിപാടി വിജയിപ്പിക്കുക. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ത് ചെയ്യും? ശുശ്രൂഷ നടത്തുന്നവർക്ക് പറയാം, പ്രാർത്ഥിക്കുക. അവർ പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് ഈ കാര്യം വിശ്വസ്തമായി ചെയ്ത് ഫലമുണ്ടാകുവാൻ സഹായിക്കണം. വ്യത്യാസം മനസ്സിലായോ? പരിപാടി വിജയിപ്പിക്കുന്നു, ശുശ്രൂഷ വിശ്വസ്തമായി ചെയ്ത് ഫലമുണ്ടാക്കുന്നു. ഇനിയെങ്കിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. എല്ലാ ശുശ്രൂഷ, പാട്ട് പാടുന്ന പോലും എന്താ? ശുശ്രൂഷ. ഒരാത്മീയ ശുശ്രൂഷയാണ്. പൗലോസ് പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും അതിന് ആത്മനിർവ്വഹം വേണം. എന്താ കാര്യം? അത് ആത്മീയ ശുശ്രൂഷയാണ്. പാട്ടുകാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പുച്ഛമാണ്, അല്ലേ? പാട്ടുകാരെ പുച്ഛിക്കുന്ന ഒന്നും വേണ്ട. സംഗീതത്തിന് വേണ്ടി പ്രത്യേക ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു പഴയ കാലത്ത് ദൈവാലയത്തിൽ. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കിതിനെ ശുശ്രൂഷയായി കാണാം. അത് തന്നെ ഒരു വലിയ ചേഞ്ചാണ്. സഭയിലെ പരിപാടിയല്ല, സഭയിലെ ശുശ്രൂഷ. ഏത് കാര്യത്തെയും
ശുശ്രൂഷയായി കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസ്തമായി ചെയ്യണമെന്നുള്ള ആഗ്രഹം വരും. ആ വിശ്വസ്തയുടെ ഫലമായിരിക്കും ഫലപ്രദമായ ശുശ്രൂഷ എന്ന് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിന്, അനുഗ്രഹത്തിന്, ആത്മീയ നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.